PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിലബസ് ഉണ്ടല്ലോ, CPO പരീക്ഷയ്ക്ക് നമുക്ക് സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നിങ്ങൾക്ക് ചുമ്മാ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയല്ല, സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ട ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് ചരിത്രമാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, അല്ലേ, ലോക ചരിത്രം എന്ന് പറഞ്ഞ് 3 സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം കേരള ചരിത്രം. കേരള ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമുക്കവിടെ വരുന്നത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യമത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യകേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയും കാര്യങ്ങളാണ് കേരള ചരിത്രത്തിൽ വരുന്നത്, അല്ലേ. അപ്പം നിങ്ങൾ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഞാനിത് പറയുന്നത് ചുമ്മാതെ പറയുന്നതല്ല കേട്ടോ, ഞാനിവിടെ അതിനുള്ള തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ ഓരോ പോർഷൻ, ഓരോ ടോപ്പിക്കിൽ നിന്നും PSC ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളുണ്ടല്ലോ, 2023 PSC നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകൾ, 2022 PSC നടത്തിയ പരീക്ഷ, അങ്ങനെ ഒരുപാട് ചോദ്യപേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ഞാൻ ക്വസ്റ്റ്യൻസും ഇവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറേയധികം ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ ഒട്ടും വിട്ടുകളയാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അത് ഏതൊക്കെ രീതിയിൽ പഠിക്കണമെന്ന് അറിയണമെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വന്നു എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ ആ ചോദ്യങ്ങളും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആദ്യം പറയാം, എന്നിട്ട് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഓരോ ടോപ്പിക്കായിട്ട് പറയാം. ചോദ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ചോദ്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും എത്രത്തോളം ആഴത്തിൽ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഈ പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ അത് നല്ല ആഴത്തിൽ തന്നെ പഠിച്ചേക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, ആദ്യം കേരള ചരിത്രമാണ്. ഓരോ ടോപ്പിക്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആദ്യം കേരള ചരിത്രം. കേരള ചരിത്രത്തിൽ നമുക്ക് ആദ്യം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒന്നാമത്തെ ടോപ്പിക്കാണ് ഐക്യ കേരള പ്രസ്ഥാനം. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക്കാണ് കേട്ടോ ഐക്യ കേരള പ്രസ്ഥാനം. അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ആദ്യം വന്നിരിക്കുന്നത് കേരളത്തിന്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുവാനുള്ള പ്രമേയം പാസാക്കി. കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു.
1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ കേരള സംസ്ഥാനം ഉൾപ്പെടുത്തി. അപ്പോൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ വർഷത്തെയും 1928 രാഷ്ട്രീയ സമ്മേളനം പറഞ്ഞിട്ടുണ്ട്. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1949 തിരുക്കൊച്ചി സംയോജനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ചോദ്യം. ഇനി ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിയ അടുത്ത ചോദ്യം നോക്കാം. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നോക്കിക്കേ, 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം വീണ്ടും വന്നു അല്ലെ. 1921 രാഷ്ട്രീയ സമ്മേളനം വീണ്ടും വന്നു. പിന്നെ അടുത്ത് നോക്കിക്കേ, 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ ഈ 1921 സമ്മേളനത്തെക്കുറിച്ച് 3 ചോദ്യങ്ങളാണ് നമുക്ക് കണ്ടോ. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ് അല്ലെ, ഒറ്റപ്പാലം. പിന്നെ 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്, ഒറ്റപ്പാലം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്നും ചോദിച്ചു കണ്ടോ. അപ്പോൾ ടി പ്രകാശം അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ. അവിടെ 1921 ആ ഒരു സമ്മേളനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. KPCCയുടെ 4ാം പ്രവിശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 4ാം പ്രവിശ്യ സമ്മേളനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക കേരള പ്രവിശ്യ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കി. സരോജിനി നായിഡുവാണ് നിശ്ചയിച്ചത്. പയ്യന്നൂരിലാണ് നടന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കുമ്പോൾ ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിയോജക മണ്ഡലങ്ങളുടെ വികസനത്തിനായി സംസ്ഥാന കോൺഗ്രസ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി പരിഷ്കരണ സമിതി രൂപീകരിച്ചു. ദളവയുടെയും ദിവാന്റെയും ഭരണം 1959 വരെ തുടർന്നു. TK നാരായണപിള്ളയുടെ ഭരണകാലത്ത് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഐക്യ കേരള രൂപീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. സംസ്ഥാന പുനർവിതരണ കമ്മീഷന്റെ ശുപാർശ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചതിനെ തുടർന്നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്തത് 1920 ഏപ്രിൽ 28 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവും തീവ്രവുമായിട്ടുള്ള ഘടകങ്ങൾ കാരണം സംഘടനയുടെ പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് അതിന്റെ വേദി? അടുത്ത നോക്കിയോ, 1923 പാലക്കാട്ടിൽ നടന്ന 2ാം കേരള പ്രവിശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. ഇവിടെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ തുല്യ പങ്കാളിത്തം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം, അമിതമായ കയറ്റുമതി തീരുവയുടെ അവസാനം, മുകളിൽ കൊടുത്തിരിക്കുന്നതിലൊന്നുമല്ല എന്നിങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. PSC ഏറ്റവും അവസാനം നടത്തിയ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഷുവർ ഷോർട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മൾ ഷുവർ ഷോർട്ട് ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതിൽ കിടപ്പുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതെടുത്ത് കാണാം കേട്ടോ. ആ വീഡിയോ മാത്രം കാണണമെന്നല്ല, അതും കാണുക. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്തത് നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കണം. ഓക്കെ, കേരള ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കവിടെ നവോത്ഥാന നായകർ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നവോത്ഥാന നായകരെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പം നവോത്ഥാന നായകരെ കുറിച്ച് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കുക. സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജനനം, സമത്വ സമാജം സ്ഥാപിച്ചത്, അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അടുത്തതിൽ നോക്കൂ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും ജനനം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, യോഗക്ഷേമ സഭ, പിന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഓരോ നവോത്ഥാന നായകരും അവരുടെ പ്രസ്ഥാനങ്ങളും, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ബാഗ്ഭടാനന്ദൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് നോക്കൂ, അതേപോലെ തന്നെയാണ്. വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, വി.ടി. ഭട്ടതിരിപ്പാട്, അവരുടെ എല്ലാം ഇവിടെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെയാണ് അല്ലെ. അപ്പം അത് ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വ സമാജം നമ്മളിപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ കണ്ടേ ഉള്ളൂ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു എന്നുള്ളത്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്താ, സമത്വ സമാജമാണ്. സാധുജന പരിപാലന സംഘം നേരത്തെ കണ്ട ചോദ്യത്തിലാണ് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. അപ്പോൾ അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. വി.ടി. ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതിൽ പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. ഇനി ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ, ഇത് അതിന്റെ ഇടയ്ക്ക് കയറിപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത് എന്ന് പറഞ്ഞ് കെ.പി. വള്ളോൻ, അയ്യാ വൈകുണ്ഠൻ, സി.പി. അച്യുതമേനോൻ, ടി.കെ. മാധവൻ. ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, അഭിനവ കേരളം, ആദിഭാഷ അല്ലെ. അതിൽ ആത്മോപദേശ ശതകം മാത്രമാണ് മാറ്റമുള്ളത്, ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അടുത്തത് സമത്വ സമാജം, നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, വൈകുണ്ഠസ്വാമിയുടേതാണ് എന്നുള്ളത് അല്ലെ. ഓക്കെ, പിന്നെ ചുവടെ കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? നമ്മൾ നേരത്തെ കണ്ടു, ഏതാ? അഖില തിരുട്ട് അല്ലെ, വൈകുണ്ഠസ്വാമിയുടേതാണെന്ന് കണ്ടു. അപ്പോൾ അതാണ് അവിടെ പെരാത്തത് വരുന്നത്. ബാക്കി ദർശനമാലയും ജാതിമീമാംസയും ആത്മോപദേശ ശതകമൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അടുത്ത നോക്കിക്കേ, വാഗ്ഭടാനന്ദരുമായി ബന്ധമില്ലാത്തത്. അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു, സിവിൽ വിവാഹ നിയമ നിർമ്മാണ ബില്ല്, ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘവും അഭിനവ കേരളവും നമ്മളിപ്പോൾ നേരത്തെ കണ്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അടുത്തത് നോക്കിക്കേ, യുക്തിവാദം ഒരു മതമല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും നമുക്ക് എന്താ നവോത്ഥാന നായകരെ കുറിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും എന്താണ് നമ്മൾ അവസാനം നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് നവോത്ഥാന നായകരുമായി ബന്ധപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നവോത്ഥാന നായകരും അവരുടെ പ്രസ്ഥാനങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ രണ്ടാമതായിട്ട് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്, ഇവിടെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന കഴിഞ്ഞ് മാർത്താണ്ഡ വർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അതിൽ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മയും ഇവിടെ യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ളതിൽ ഡച്ച് കേട്ടോ, ഡച്ചുകാരും. അപ്പോൾ ഇത് മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കൂടെ പഠിച്ചേക്കണം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിച്ചു തരാം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ട്, മാർത്താണ്ഡവർമ്മയുടെ അന്തരിച്ച വർഷം കൊടുത്തിട്ടുണ്ട്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അദ്ദേഹത്തിൻ്റെ വിശേഷണം കൊടുത്തിട്ടുണ്ട്, തൃപ്പടിദാനം നടത്തിയത് വർഷം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്, 1750 തൃപ്പടിദാനം, അത് 29 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റിച്ച് മാർത്താണ്ഡവർമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ഇത് പറയുവാണെങ്കിൽ നമ്മുടെ എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള സെയിം സെന്റൻസ് ആണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർക്ക് അവർക്ക് പിന്തുണയും നൽകി. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയവർ കവികൾ കൊട്ടാരം അലങ്കരിക്കാനെത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് വണ്ടവത്തും വാതിൽക്കൽ രൂപീകരിച്ചു. ഇതന്നത്തെ തഹസിൽദാർമാരുടെ സ്ഥാനത്തുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അടുത്തത് ഞാൻ പറഞ്ഞു ഡച്ചുകാർ അല്ലേ. ഇപ്പൊ കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. ഡച്ചുകാരും പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള ഉടമ്പടികളെ കുറിച്ച്. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടെ നിന്ന് ഉദാരമതിയും സഹിഷ്ണുതയുമുള്ളതായിരുന്നു. ഗോവയിലെ ഗവർണർ ജനറൽ ഈ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ ചുമതലയും വഹിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെയും ഡച്ചുകാരെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കൊളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം, കൊളച്ചൽ യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചു. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചകങ്ങൾ
അപ്പോൾ ഇവിടെ നമുക്ക് പതിവ് കണക്ക് മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ എടുത്തത് കേട്ടോ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 അല്ല, ഒരു ടോപ്പിക്കും കൂടെ ഞാൻ പറയാം. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ല, കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമല്ല, കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. നമ്മുടെ ഉപ്പു സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതും കൂടെ നിങ്ങളിവിടെ ചേർത്ത് പഠിക്കണം കേട്ടോ. അപ്പം 4 ടോപ്പിക്കുകളാണ് ഞാനിവിടെ കേരള ചരിത്രത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്ക്. ഏതൊക്കെയാ? ഐക്യ കേരള പ്രസ്ഥാനം, നവോത്ഥാന നായകർ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും പഠിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 4 ടോപ്പിക്കും ഈ ഭാഗത്ത് നിന്നും ചരിത്രത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചേക്കുക, അത് വിട്ടുകളയരുത്. ഇനി നമുക്ക് കേരള ചരിത്രം കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇന്ത്യ ചരിത്രം നോക്കാം. ഇവിടെ ഇന്ത്യ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചോദ്യങ്ങളും എടുത്തിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് തെറ്റിച്ചു കൊടുത്തു. ബീഹാറിൽ ആറയിൽ നേതൃത്വം നയിച്ചത് ആരാണ്? കാൺപൂരിൽ സമരം നയിച്ചത്. അപ്പോൾ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ ഏത് പ്രദേശത്ത് നേതൃത്വം നൽകിയത് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു എന്ന് ചോദിച്ചു. അടുത്തത് 1857 കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. നേരത്തെ പോലെ തന്നെ 1857 വിപ്ലവം അതിൻ്റെ നേതൃത്വം നൽകിയവരും കലാപ പ്രദേശങ്ങളും ഏതാണ് എന്നുള്ളത്. അടുത്തത് 1857 കലാപത്തെക്കുറിച്ചുള്ള പ്രസക്തമായ വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ദത്തവകാശ നിരോധന നിയമം പിടിച്ചെടുക്കാനുള്ള അവകാശമായി സത്താറ, ജയ്പൂർ, സമഭൽപൂർ, ബാഗത്, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ സ്ഥലങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ വ്യാപാര താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെയും വ്യവസായങ്ങളുടെയും നശിപ്പിക്കുകയും അതിനെ ഒരു വിദേശ ചൂഷണ വ്യവസ്ഥയുടെ അനുബന്ധമായി വികസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു ഓരോ ടോപ്പിക്കും കണ്ടോ. 1858 നിയമത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം വളരെ കാലം തുടർന്നു. 1857 കലാപം പ്രാദേശികവൽക്കരണത്തിന്റെ യുഗത്തിന് അറുതി വരുത്തി. സാമ്പത്തിക ചൂഷണത്തിന് യുഗത്തിന് ഇടം നൽകി. കലാപത്തിന്റെ വൈകാരിക പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ദൗർഭാഗ്യകരമായിരുന്നു. വംശീയ വിദ്വേഷം ഒരുപക്ഷെ സമരത്തിന്റെ ഏറ്റവും മോശം പൈതൃകമായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ 1857 കലാപത്തിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ആദ്യം പഠിക്കേണ്ട ടോപ്പിക്ക്. ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് ഇന്ത്യ ചരിത്രത്തിൽ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യം വന്നത് എങ്ങനെയാണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് വർഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എത്ര സംസ്ഥാനങ്ങളാണ്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് രൂപം കൊണ്ടത്? 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, എസ് കേദർ, ഭട്ടാബി സീതാരാമയ്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമുലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പോയിന്റ്സും അല്ലെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഇവിടെയും ഞാൻ ഈ ഒരു ചോദ്യം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അടുത്തത് 1953 കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി, നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സംസ്ഥാന പുനഃസംഘടനയുമായിട്ട്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഞാനവിടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ കാണുന്നത്. ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അടുത്തത് നമുക്ക് വരുന്നത് INC ആണ് കേട്ടോ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, INC ആണ് നമുക്ക് മൂന്നാമതായിട്ട് ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ INC നിങ്ങൾ പഠിക്കുക. INCയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് എവിടെയാണ്? INC തൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര പേരാണ്? INCയുടെ രണ്ടാം സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു? ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് എവിടെ വെച്ചിട്ടാണ്? അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് INC, ഇതും ഞാൻ ഡെമോയ്ക്ക് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ INCയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങൾ നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് ഇത്രയും പഠിച്ചിരിക്കണം. ഏതൊക്കെയാ? 1857 വിപ്ലവം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, INC, ഇത്രയും കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ പഠിക്കണം കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് SCERT ചാപ്റ്റർ ഉണ്ട്, അതും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് ഉറപ്പിച്ചങ്ങോട്ട് വെച്ചേക്കുക പഠിച്ചിട്ട്. ഓക്കെ, അപ്പോൾ കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ലോക ചരിത്രമാണ്. അപ്പോൾ ലോക ചരിത്രത്തിൽ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്ന വിപ്ലവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വിപ്ലവങ്ങൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിപ്ലവങ്ങൾ: 1 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, 4 റഷ്യൻ വിപ്ലവം. ഈ ഒരു ഓർഡറിൽ പഠിക്കാം. അതിനുശേഷം ചൈനീസ് വിപ്ലവവും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അതും കൂടെ പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പക്ഷേ എല്ലാ വിപ്ലവവും നിങ്ങൾ പഠിക്കണം. പിന്നെ ഇവിടെ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്നതുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അന്താരാഷ്ട്ര സംഘടനകൾ, അതിൻ്റെ ഹെഡ് ആരാണ്, ഡയറക്ടർ ജനറൽ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പഠിച്ചേക്കണേ. കാരണം ഇപ്പോൾ PSC അവസാനം നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്കും എല്ലാം അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളും അവരുടെ സ്ഥാപകരും ആസ്ഥാനവും എവിടെയാണെന്നുള്ള കാര്യങ്ങൾ, രൂപീകൃതമായ വർഷവും ഒക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ഷോർട്ട് ടോപ്പിക്കിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ വിപ്ലവവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടോ. അപ്പോൾ ചൈനീസ് വിപ്ലവം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിപ്ലവം നമ്മൾ വിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ലോങ് മാർച്ചിൻ്റെ കാര്യം, അതുപോലെ സൺയാറ്റ്സൻ 1911 വിപ്ലവം എന്നുള്ളത്, 1927 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കാര്യം, ആഭ്യന്തര യുദ്ധം കുമിന്താങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലായിരുന്നു. അപ്പോൾ ചൈനീസ് വിപ്ലവം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം, എങ്കിലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചോദിച്ചിട്ടുണ്ട്. സൺയാറ്റ്സനിൻ്റെ 3 തത്വങ്ങൾ, വീണ്ടും ചൈനീസ് വിപ്ലവം കടന്നു വന്നു. ഫ്രഞ്ച് വിപ്ലവം കണ്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് കണ്ടോ. എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി 3 എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്നു. നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നവരായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിഫലം നൽകിയവരാണ്. വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ കാരണമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും തിന്മകളും സർക്കാരിന്റെ തെറ്റുകളുമാണ്. മനുഷ്യന്റെ അവകാശങ്ങളുടെ പ്രഖ്യാപനം, സാർവത്രികമായ പ്രയോഗങ്ങളും അത് തീർച്ചയായും വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് സ്വാതന്ത്ര്യം, സഹോദരൻ, സമത്വം എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്നിട്ടുള്ള ഭരണഘടനാ കൺവെൻഷൻ നേതൃത്വം നൽകിയതാണ്. രക്തരൂഷിതമായ ഞായറാഴ്ച. അപ്പോൾ ഇവിടെ വീണ്ടും റഷ്യൻ വിപ്ലവം വന്നു, ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വന്നു. അടുത്ത ചൈനയിൽ ചരിത്രപരമായിട്ടുള്ള ലോങ് മാർച്ച്. അപ്പോൾ വീണ്ടും ചൈനീസ് വിപ്ലവം വന്നു. അടുത്ത് നോക്കിക്കോളൂ. അടുത്തത് ഇവിടെ ഷുഗർ ആക്ട് ഏത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ റിബൺ ക്ലബ്ബ്, 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ്, ചൈനീസ് വിപ്ലവം, 10 ഡേറ്റ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ്, ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഇവിടെ എല്ലാ വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത്. അപ്പോൾ വീണ്ടും ചൈനീസ് വിപ്ലവം വന്നു അല്ലേ. അടുത്ത് നോക്കിയേ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയിട്ടുള്ള വാട്ടർലൂ യുദ്ധം. അതുപോലെ 1992 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നത്. റഷ്യൻ വിപ്ലവം നടന്നത്. അപ്പോൾ ഇത് എല്ലാ വിപ്ലവവും ഉണ്ട്. ഇംഗ്ലണ്ടിലെ വിപ്ലവം ഉണ്ട് അല്ലെ, അമേരിക്കൻ വിപ്ലവം ഉണ്ട്, റഷ്യൻ വിപ്ലവം ഉണ്ട്, എല്ലാ വിപ്ലവവും ഉണ്ട്. അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യം. അടുത്തത് റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ്
ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇവിടെ കേന്ദ്രീകൃതമായ ഭരണപ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിന്റെ കഴിവുകേട്, നോബിൾസ് ഓഫ് ദി റോബും നോബിൾസ് ഓഫ് ദി സ്വോർഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചെറുകിട കർഷകർ ബാനലെറ്റ്സ് എന്ന് ഫീസ് നൽകേണ്ടതാണ്, ഫിസിയോക്രാറ്റ്സ് മൊണാർക്കിയൽ അബ്സല്യൂട്ടിസത്തിന് എതിരായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് വളരെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? സാൾസുകളുടെ ഏകാധിപത്യം, ബോസ്റ്റൺ ടീ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം, സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ അവിടെ അന്താരാഷ്ട്ര സംഘടനകൾ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം. ക്ലിയർ ആണല്ലോ? സെറ്റല്ലേ? ഇനി അടുത്തത് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് 3 ഡിവിഷനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് വേൾഡ് ജോഗ്രഫി നോക്കാം. അപ്പോൾ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ശിലകളെ കുറിച്ചാണ്. ശിലകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ശിലകൾ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ശിലകളെ കുറിച്ചാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ശിലകൾ. ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, കാരണം ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നോക്കാം. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില ചോദിച്ചു. അടുത്തത് അവസാദ ശിലയ്ക്ക് ഉദാഹരണം? ചുണ്ണാമ്പ് കല്ല് ചോദിച്ചു. അത് ഒരേ പരീക്ഷയ്ക്ക് തന്നെ 2 ചോദ്യം ചോദിച്ചു കേട്ടോ. കായാന്തരിത ശിലയും അവസാദ ശിലയും ചോദിച്ചു. ഇനി ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? പിന്നെ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. പിന്നെ ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഇവിടെ ആഗ്നേയശിലകൾ അഗ്നിപർവ്വതത്തിന്റെ തരത്തിലാണ്, അതിനാൽ ഫോസിലുകളില്ല. കരിങ്കല്ലും ബസാൾട്ടും അഗ്നിശിലകളുടെ ഉദാഹരണങ്ങളാണ്. ഭൂമിയിൽ രൂപപ്പെടുന്ന പ്രാഥമിക പാറകളാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകൾക്ക് പാളികളുള്ള ഘടനയുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റിയത് 4 മാത്രമാണ്, ബാക്കി 3 ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് താഴെ പറയുന്നതിൽ ഏത് തരം പാറകളാണ്? അവയുടെ ഉദാഹരണവുമായി പൊരുത്തപ്പെടുന്നത്? ആഗ്നേയശില, അവസാദശില, രൂപാന്തരശില. ഇവിടെ ബസാൾട്ട്, സ്ലേറ്റ്, മാർബിൾ ഇങ്ങനെ ചേരുംപടി ചേർക്കാനായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അഗ്നിശിലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ട് ഗ്രൈനുകളുടെ ഘടനാരൂപങ്ങൾ, ഗ്രൈനുകളുടെ വലുപ്പം എന്നിവയുടെ രാസധാതു സ്വഭാവ സവിശേഷതകളുള്ള പാറ, പാറകളുടെ ശീതീകരണത്തിലൂടെയും വിഘടനത്തിലൂടെയും ഉരുത്തിരിഞ്ഞ അവശിഷ്ടങ്ങൾ, ആൻഡസൈറ്റ്, ബസാൾട്ട്, ഒബ്ലിഡിയർ, പ്യൂമിസ്, റയോലൈറ്റ്, സ്കോറിയ, ടഫ് എന്നിവ ഉൾപ്പെടുന്നതാണ് പാറകൾ. അവയ്ക്ക് ചെളി, വിള്ളലുകളും മലകളുടെയും തിരമാലകളുടെയും അടയാളങ്ങളും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ശിലകളുമായി ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശിലകൾ വേൾഡ് ജോഗ്രഫിയിൽ. ഇനി അടുത്തത് അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അന്തരീക്ഷ പാളികൾ. ഓക്കെ, അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അന്തരീക്ഷ പാളികളെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അന്തരീക്ഷ പാളികളെക്കുറിച്ച് നോക്കുക. ഇവിടെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഇവിടെ താഴെ പറയുന്നത് ശരിയായ ജോഡി ഏത് എന്നുള്ളത്? ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ. ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് അടുത്ത ടോപ്പിക്കാണ് കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പാളികളെക്കുറിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ അന്തരീക്ഷ പാളികളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കുക. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ഭാഗം സിയാൽ എന്ന് പറയുന്നത്. പിന്നെ ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഭൂവൽക്കവും പുറക്കാമ്പും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്തതും കണ്ടോ, ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ അവിടെയും ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ഭൂവൽക്കം, മാന്റിൽ നിന്നുള്ളതും അതുപോലെ മോഹോവിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ അർദ്ധദ്രാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോവിച്ഛിന്നത എന്ന് കൊടുത്തിരിക്കുന്നു. ശിലാദ്രവത്തിന്റെ പ്രഭവമണ്ഡലമാണ് മോഹോവിച്ഛിന്നത എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് ഇത് കിട്ടത്തുള്ളൂ. അതുപോലെ ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്നറിയപ്പെടുന്നത്? പിന്നെ ഭൂമിയുടെ ഉൾവശം സംബന്ധിച്ചത് ഏതൊക്കെയാണെന്നാണ്? ക്രസ്റ്റിനും മാന്റിലിനും ഇടയിലുള്ള സംക്രമണ മേഖലയാണ് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി. നൈഫ് പാളി മാന്റിലാണ്, മുകളിൽ ആവരണം കൂടിയ ഉരുകിയ ഘട്ടത്തിലാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമിയുടെ പുറന്തോടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോട് കനം കുറഞ്ഞതാണ്. പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ്. പുറന്തോട് മാന്റിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്ന ടോപ്പിക്സ് ആണ്. ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതല്ലാതെ കുറച്ച് ടോപ്പിക്സും കൂടെ നിങ്ങളിവിടെ പഠിക്കണം. അപ്പോൾ ഞാനത് പറയാം. ഒന്ന് ശിലകൾ, പാളികൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഭൂമിയുടെ ഘടന പറഞ്ഞു. അതല്ലാതെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ പാളികൾ നമ്മൾ പറഞ്ഞു. മേഘങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ മേഘങ്ങൾ കിടക്കുന്നത്? ഇവിടെ മലിനീകരണം, ടോപ്പോഗ്രഫി മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം അല്ലേ. അപ്പോൾ ഇവിടെ അന്തരീക്ഷം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതാം കേട്ടോ. മേഘങ്ങളെക്കുറിച്ച് പഠിക്കണം. അതുപോലെ ഭൂമിയുടെ ഘടന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സമുദ്രങ്ങൾ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ ഭാഗത്ത് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് പഠിക്കുക. ഭൂമിയുടെ ഘടന, കാറ്റ്, മാപ്പുകൾ, ശിലകൾ, അന്തരീക്ഷ പാളികൾ, മഹാസമുദ്രങ്ങൾ, മേഘങ്ങൾ, ഇത്രയും ടോപ്പിക്സ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഭൂമിശാസ്ത്രം വേൾഡ് ജോഗ്രഫിയിൽ നിന്നും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ വേൾഡ് ജോഗ്രഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടോപ്പിക്ക് നദികളാണ്. നദികളെക്കുറിച്ച് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിൽ സമീപത്തുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഈ നദി മഹാരാഷ്ട്ര ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. അടുത്തത് നോക്കിക്കേ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നദികൾ അല്ലേ. നദികൾ പിന്നെ എന്താണ് ഇവിടെ കാണുന്ന ഭൂപ്രകൃതി അല്ലെങ്കിൽ വെള്ളച്ചാട്ടം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അളകനന്ദ, ഭഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെയും അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. കണ്ടോ, ഇവിടെ അളകനന്ദയും ഭഗീരഥയും സംഗമിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഇവിടെ നോക്കൂ, അളകനന്ദയും ഭഗീരഥയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികൾ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തു. ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത് മാഷ്പിച്ചുഗോയിലെ ഹിമാനികളിൽ നിന്നാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആദ്യത്തെ ദേശീയ ജലപാത ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നദികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നദികൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ധാതുക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ധാതുക്കളെക്കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, നദികൾ കഴിഞ്ഞാൽ ധാതുക്കൾ. അപ്പോൾ ഇവിടെ ധാതുക്കളുമായി ബന്ധപ്പെട്ട് കണ്ടോ, കൽപ്പാക്കം, ജാരിയ, മധുര, നേപ്പാനഗർ, ന്യൂസ് പ്രിന്റ്, എണ്ണ ശുദ്ധീകരണശാല, കൽക്കരി ഖനനം, ആണവ നിലയം എന്നൊക്കെ പറഞ്ഞ് ചേരുംപടി ചേർക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കൂ, മയൂർഭഞ്ച്, കോലാർ, റാണിഗഞ്ച്, മലഞ്ച്ഗണ്ട്, കൽക്കരി, ചെമ്പ്, സ്വർണം, ഇരുമ്പ്, ഇവിടെയും ചേരുംപടി ചേർക്കാനാണ്. അടുത്ത് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ധാതുക്കളുടെ ചേരുംപടി ആണെങ്കിൽ ഇവിടെ ശരിയായിട്ടുള്ള ക്രമം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ധാതുക്കളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ധാതുക്കൾ, നദികൾ 2 ടോപ്പിക്കായി. ഇനി അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. എന്താണ് ഭൂപ്രകൃതി? ഓക്കെ, അപ്പോൾ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭൂപ്രകൃതി എന്ന് പറയുന്ന ടോപ്പിക്കാണ്, നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ അവിടെ ഹിമാലയം അല്ലെ, ഹിമാലയം അങ്ങനെയുള്ള കാര്യം, ഉത്തരപർവ്വത മേഖല ആ ഒരു ഭാഗമാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ചോദ്യം വരുന്നത് 3ാമത്തെ ടോപ്പിക്കാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ. നോക്കുക, ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? അതുപോലെ ഇവിടെ ചുരങ്ങളെല്ലാം ഭൂപ്രകൃതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അടുത്തത് ഹിമാചൽ, ഇവിടെയും ചുരം ചോദിച്ചിട്ടുണ്ട്.
താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരങ്ങളിൽ നിന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നദിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതാണ് കേട്ടോ. ഇവിടെ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് പറഞ്ഞിട്ട് നദിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയും ടോപ്പിക്കാണ്. നദികൾ എന്ന് പറയുന്നത്, ധാതുക്കൾ എന്ന് പറയുന്ന ഭാഗം, അതുപോലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കാർഷിക വിളകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാർഷിക വിളകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, ഇവിടെ വ്യവസായമുണ്ട്, അപ്പോൾ അതിൽ ഇരുമ്പുരുക്ക് വ്യവസായം ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പുരുക്ക് വ്യവസായം. ഇവിടെ പിന്നെ വരുന്നത് ഊർജ സ്രോതസ്സുകളിൽ ഊർജ മേഖലകൾ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. അതായത് പരമ്പരാഗത ഊർജ സ്രോതസ്സും പാരമ്പര്യ ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സും ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇനി ഗതാഗത സംവിധാനത്തിൽ ദേശീയ ജലപാത എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇവിടെ പഠിച്ചിരിക്കുക. അതുപോലെ കാലാവസ്ഥ കേട്ടോ, ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി, അപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ലിസ്റ്റ് സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ ഇത് അന്തരീക്ഷ പാളിയാണ് കേട്ടോ. സോറി, ഞാൻ പറഞ്ഞില്ലേ ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ. ആ പാളികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഇവിടെ പെട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നോക്കുക, മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇവിടെ വസന്തകാല സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അടുത്ത തിരുവനന്തപുരത്തെ ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ട് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപഉഷ്ണ മേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും മധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു. അപ്പോൾ ഇത് കാറ്റുകൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. ഓക്കെ, മാറിപ്പോയതാണ്. അടുത്തത് ഉപഉഷ്ണ മേഖല ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. കാലാവസ്ഥ, ഇന്ത്യൻ നദികൾ, ധാതുക്കൾ, ദേശീയ ജലപാത, കാർഷിക വിളകൾ, ഇന്ത്യൻ ഭൂപ്രകൃതി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, ഊർജ്ജ മേഖലകൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് വരുന്നത് ധനതത്വശാസ്ത്രം, എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് കേട്ടോ. ഒന്നാമത്തെ ടോപ്പിക് ഏതാണ്? പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പഠിക്കണം. പിന്നെ ഇവിടെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ, ആസൂത്രണ കമ്മീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ പഠിച്ചേക്കണം. ഇവിടെ നമുക്ക് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ താഴെ എടുത്തത്. ഇനി ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പഞ്ചവത്സര പദ്ധതി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്നത് ചേരുംപടി ചേർക്കാനാ. ഇവിടെ നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് താഴെ പറയുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്ക് ലക്ഷ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായത് ചോദിച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം, അപ്പോൾ 11ാമത്തെ പഞ്ചവത്സര പദ്ധതി ചോദിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ടോപ്പിക്ക് മാറിപ്പോയതാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്കണോമിക്സിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്? പഞ്ചവത്സര പദ്ധതികൾ. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് നീതി ആയോഗ് കേട്ടോ. നീതി ആയോഗ്. അപ്പോൾ ഈ നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ഷോർട്ട് ടോപ്പിക്കിൻ്റെ ഇത് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നീതി ആയോഗ്, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. RBI വരുന്നുണ്ട്, നീതി ആയോഗം വരുന്നുണ്ട്. അതുപോലെ ഹരിത വിപ്ലവം,
ഹരിത വിപ്ലവം, അതുപോലെ പുത്തൻ സാമ്പത്തിക നയം. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എവിടെ വരുന്നത്, എക്കണോമിക്സിൻ്റെ ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എക്കണോമിക്സിൻ്റെ ഭാഗം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷനും പഠിച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ്, പുത്തൻ സാമ്പത്തിക നയം, അതുപോലെ എന്താണ് ഹരിത വിപ്ലവം പഠിക്കുക കേട്ടോ, ഹരിത വിപ്ലവം. RBI അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കുക. പിന്നെ GST പഠിക്കണം. അതുപോലെ ബജറ്റിനെ കുറിച്ച് പഠിക്കണം. അത് നമുക്ക് എന്താ കറണ്ട് അഫെയറിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് 2023-24 ബജറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നീതി ആയോഗ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. ആദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ശക്തികാന്ത ദാസ്. പിന്നെ അടുത്തത് വരുന്നത് നോക്കാം, ചോദ്യം എടുത്തപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ, ഇനിയും വരുന്നുണ്ട് ചോദ്യങ്ങൾ. അടുത്ത നീതി ആയോഗിൻ്റെ ചോദ്യം നോക്കാം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? വൈസ് ചെയർപേഴ്സൺ നീതി ആയോഗിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? സുമൻ ബേറിയാണ്. ഇനി നീതി ആയോഗിൻ്റെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളത്, നിലവിൽ വന്നത് എപ്പോഴാണ്, നീതി ആയോഗിൻ്റെ ആസ്ഥാനം, ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്. അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, അപ്പോൾ വീണ്ടും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്, അപ്പോൾ ഇവിടെ വീണ്ടും രൂപീകൃതമായത്, അതുപോലെ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ എന്തൊക്കെയാണ് ലക്ഷ്യം, പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് പറഞ്ഞിട്ട് പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായതും പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് വന്നത് വർഷമൊക്കെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ താഴെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുക, അവിടെയും നമുക്ക് GST, ആസൂത്രണ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പഞ്ചവത്സര പദ്ധതി പറഞ്ഞില്ല, അപ്പോൾ അവിടെ വരുന്നതാണ്. ഇവിടെ ആസൂത്രണ കമ്മീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം. പിന്നെ അടുത്തത് നീതി ആയോഗ് നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചവത്സര പദ്ധതിയിൽ അവിടെ പറയാൻ വിട്ടുപോയതാണ്, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർമന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. നീതി ആയോഗിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്താണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർമന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്ന ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളുമാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു കേട്ടോ PSCക്ക്. അതുപോലെ നോക്കൂ, നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും ബന്ധപ്പെട്ടിട്ടുള്ള അത് രണ്ടും കൂടി തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് കണ്ടായിരുന്നു. അപ്പോൾ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എവിടെ വരുന്നത്, എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നീതി ആയോഗിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. പിന്നെ അടുത്തത് വരുന്നത് GSTയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ GST ബില്ല് നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ട്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുണ്ട്. GST സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ എന്ന് പറഞ്ഞിട്ട് പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ്, നിലവിൽ വന്നത് എന്നാണ്, GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്, CGST, SGST, IGST, UTGST, CESS എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ GSTയുടെ റേറ്റ് ഉൾപ്പെടെ എല്ലാ പ്രധാന കാര്യങ്ങളും വീറ്റോ പ്രയോഗിക്കുന്നത് ആരാണ്, GSTN എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, GST കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്. ഓക്കെ, അതുപോലെ GST സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ, ഇന്ത്യയുടെ 122 ഭരണഘടനാ ഭേദഗതി ബിൽ താഴെ പറയുന്നതിൽ ഏതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ്, GST കൗൺസിലിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പ്രസ്താവനകൾ എങ്ങനെയാണ് വരുന്നത്, അതായത് സംസ്ഥാനങ്ങളുടെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്.
അവസാനത്തെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെടുത്തി ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജി എസ് ടി. അടുത്തത് RBI. നമ്മൾ അവിടെ നേരത്തെ 2 ചോദ്യം കണ്ടായിരുന്നു. അതുകൂടാതെ പണനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് പണപ്പെരുപ്പ സമയത്ത് RBI CRR കുറയ്ക്കുന്നു, പണച്ചുരുക്ക കാലഘട്ടത്തിൽ RBI CRR ഉയർത്തുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. GST കൗൺസിൽ ചെയർപേഴ്സൺ നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇവിടെ നോക്കുക, GST യുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ അവിടെ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ GST യുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച സംയോജനം എന്താണ് എന്നുള്ളത്, ഇതും RBIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ CRR, SLR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ, ഓപ്പൺ മാർക്കറ്റ് വിൽപ്പനയൊക്കെ. അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, CRR, SLR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ സ്ഥാപിതമായത് എപ്പോഴാണ്? അതിൽ 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റല്ലേ? 1 രൂപ ഒഴികെയാണ് വരുന്നത് അല്ലേ? പിന്നെ ദേശസാൽക്കരിച്ചത് എപ്പോഴാണ്? ആസ്ഥാനം എവിടെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ 7/12/2022 പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് നിരക്ക് അല്ലേ? പിന്നെ താഴെ പറയുന്നതിൽ ഏതാണ് RBI സംബന്ധിച്ച് ശരിയായത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ RBIനെ കുറിച്ച് വരുന്നത്. അടുത്ത എക്കണോമിക്സിലെ ടോപ്പിക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ എക്കണോമിക്സിൽ നമ്മൾ നീതി ആയോഗ്, GST, ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. നീതി ആയോഗ്, അതുപോലെ GST, RBI, ഹരിത വിപ്ലവം, ഈ പറയുന്ന ടോപ്പിക് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബജറ്റ് ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഷുവർ ഷോർട്ട് ടോപ്പിക്കിൻ്റെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാം കേട്ടോ. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് ഏതാണ്? ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു, ഉയർന്ന ഉൽപ്പാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ് ചേരുംപടി ചേർക്കാനായിട്ട് തന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭക്ഷ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അറിഞ്ഞിരുന്നാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇത് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് കണ്ടോ, ഇവിടെയും ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ഇന്ത്യയിലെ നിത്യഹരിത വിപ്ലവത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അതുപോലെ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്ന 2 പരിപാടികളാണ് ADP, IAAP എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയിട്ടുള്ളത്. അടുത്തത് പുത്തൻ സാമ്പത്തിക നയം. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള NCERT ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നോക്കുക. ഇവിടെ പുറം വാങ്ങൽ, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൽ വരാത്തത് ഭൂപരിഷ്കരണമാണ്. അടുത്തത് 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്ന് പറഞ്ഞ് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ ടോപ്പിക്ക് കിട്ടിയല്ലോ. പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, GST, ബജറ്റ്, RBI, ഹരിത വിപ്ലവം, നവസാമ്പത്തിക പരിഷ്കാരം, ഇത്രയും ടോപ്പിക്സ് ആണ് ഇവിടെ കവർ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആദ്യം വരുന്ന ടോപ്പിക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് കേട്ടോ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നുള്ളത്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഭരണഘടനാ ഉപദേശകൻ ആരായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്.
അടുത്തത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ്യതയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത താഴെ പറയുന്നവർ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും കടമെടുത്ത സവിശേഷതയിൽ പെടാത്തത് ഏത്? പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ രൂപീകൃതമായത്, ആദ്യ സമ്മേളനം നടത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ, ഞാനിവിടെ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെടുത്തി ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ഇവിടെ നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ ചോദ്യങ്ങൾ എടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? മൗലിക അവകാശം രണ്ടാമത്തെ ടോപ്പിക്ക്, നിർദ്ദേശക തത്വങ്ങൾ മൂന്നാമത്തെ ടോപ്പിക്ക്, ദെൻ മൗലിക കടമകൾ നാലാമത്തെ ടോപ്പിക്ക് വരുന്നത് കേട്ടോ. നാലാമത്തെ ടോപ്പിക്ക് മൗലിക കടമകളാണ്. പിന്നെ ഈ ഭരണഘടനാ ഭേദഗതികൾ 42, 44, 73, 74, 86, 91, 52 കൂടെ പഠിച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 5 ഭരണഘടനാ ഭേദഗതികൾ പഠിക്കണം. അതുപോലെ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എവിടെ വരുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ റിട്ട് എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, അതും നിങ്ങൾ പഠിച്ചേക്കണം കേട്ടോ. റിട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ആശയങ്ങൾ കടം എടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഇവിടെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓരോ ഭാഗം പറഞ്ഞു, അതിൽ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്നില്ല, ടോപ്പിക്ക് മാത്രമേ പറയുന്നുള്ളൂ. നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏതൊക്കെയാണ് ടോപ്പിക്ക് പറഞ്ഞതെന്നെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഐക്യ കേരള പ്രസ്ഥാനം പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് മാർത്താണ്ഡ വർമ്മ പറഞ്ഞു, നവോത്ഥാന നായകർ പറഞ്ഞു, അല്ലാതെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ പറഞ്ഞു, ഇവിടെ യൂറോപ്യന്മാരുടെ വരവിൽ ഡച്ചുകാരെ പറഞ്ഞു അല്ലെ? അത്രയും ടോപ്പിക്കാണ് പറഞ്ഞത്. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പറഞ്ഞു, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പറഞ്ഞു, അതുപോലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വിപ്ലവങ്ങൾ എന്ന് പറയുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, എല്ലാ വിപ്ലവങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പഠിക്കണമെന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞ എന്താ? ഭൂമിശാസ്ത്രത്തിൽ ഇവിടെ ഭൂമിയുടെ ഘടന പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷം എന്ന് പറയുന്നതിൽ അന്തരീക്ഷ പാളികൾ പഠിക്കുക, ഇവിടെ കാറ്റുകൾ പഠിക്കുക, മാപ്പ് പഠിക്കുക, അതുപോലെ സമുദ്രം അല്ലെ, മഹാസമുദ്രങ്ങൾ പഠിക്കുക. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യ ഭൂപ്രകൃതി, ഇവിടെ എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നദികൾ പറഞ്ഞു, അതുപോലെ തന്നെ കാലാവസ്ഥ പറഞ്ഞു. ഇവിടെ ഊർജ്ജ സ്രോതസ്സുകൾ, ഊർജ്ജ മേഖല, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ പഠിക്കുക. ധാതുക്കൾ, ഇവിടെ കാർഷിക വിളകൾ പഠിക്കുക, ഖാരിഫ്, റാബി, സയ്ദ്, അങ്ങനെയുള്ള കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കുക. ഇവിടെ ദേശീയ ജലപാതയെക്കുറിച്ച് പഠിക്കുക ഗതാഗതത്തിൽ. അടുത്ത കേരളത്തിൽ നമ്മൾ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുക കേരളത്തിൽ, അതുപോലെ ഗവേഷണ സ്ഥാപനങ്ങൾ പഠിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അതാണ്. പിന്നെ ഇവിടെ വരുന്നത് ധനതത്വശാസ്ത്രം, എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞു പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതുപോലെ എന്താ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയം. ഇവിടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ RBI പഠിക്കുക. പിന്നെ GST, ബജറ്റ്, ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, അതുപോലെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുക. പിന്നെന്താ പറഞ്ഞ ലിസ്റ്റുകൾ പഠിക്കുക അല്ലെ? റിട്ടുകൾ പഠിക്കുക. ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത്രയും സെറ്റല്ലേ? ഇനി അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ഒന്ന്, സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കുക. ഒരുപാട് ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ കണ്ടതാണ് കേട്ടോ, സംസ്ഥാന സിവിൽ സർവീസ്. പിന്നെ വരുന്നത് വിവിധ കമ്മീഷനുകളെ കുറിച്ച്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്മീഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ധനകാര്യ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
മനുഷ്യാവകാശ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ഷൻ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇത്രയും കമ്മീഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. പിന്നെ ഇവിടെ പഠിക്കേണ്ടത് തണ്ണീർത്തട സംരക്ഷണം. അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ക്ലാസ് എടുത്തതാണ്, മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ക്ലാസ് എടുത്തതാണ്. അത് നമ്മുടെ ഷോർട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സിലുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഉടനെ തന്നെ എടുക്കും കേട്ടോ. ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഉടനെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം നമ്മൾ ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. തണ്ണീർത്തട സംരക്ഷണ നിയമം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. അത് നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഷോർട്ട് ടോപ്പിക്കിൻ്റെ ക്ലാസ് ആയിട്ട് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിക്കാം. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം എന്നുള്ളതിൽ ഇവിടെ കുട്ടികളുടെ ഈ പോക്സോ ആക്ട് ഉണ്ടല്ലോ, പോക്സോ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ആക്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ ആക്ട് ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ. അടുത്തത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? രോഗങ്ങളുമായി ബന്ധപ്പെട്ടത് വൈറ്റമിൻസ് പഠിക്കണം. വൈറ്റമിൻസും നിങ്ങൾ പഠിക്കണം, രോഗങ്ങളും നിങ്ങൾ പഠിക്കണം. വൈറ്റമിൻസും രോഗങ്ങളും പഠിക്കണം. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം, അതായത് ഇപ്പോൾ ആർദ്രം, എല്ലാ പദ്ധതികളും പഠിക്കണം. അല്ലാതെ ആർദ്രം, മെഡിസെപ്പ്, അതുപോലെ തന്നെ എന്താണ് മൃതസഞ്ജീവനി, ആശ്വാസ കിരണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ. ആശ്വാസ കിരണം, ആർദ്രം, മെഡിസെപ്പ്, മൃതസഞ്ജീവനി, അങ്ങനെ കുറച്ച് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചേക്കാം. അടുത്തത് ഭൗതിക ശാസ്ത്രം. ഭൗതിക ശാസ്ത്രത്തിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ചലന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ദർപ്പണം എന്ന് പറഞ്ഞിട്ട് R=2F എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നുണ്ട് എല്ലാ പരീക്ഷകൾക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ IR റേസ്, UV റേസ്, X റേസിനെ കുറിച്ചിട്ട് പഠിക്കാം. പിന്നെ ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ജിയുടെ മൂല്യം എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഊർജം, പ്രവൃത്തി ഊർജം എന്ന് പറയുന്ന ഭാഗം, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭൗതിക ശാസ്ത്രത്തിൽ നിങ്ങൾ എടുത്ത് പറയാനുള്ള ടോപ്പിക്സ്. അതൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേക്കാം. അടുത്തത് രസതന്ത്രം. രസതന്ത്രത്തിൽ നമുക്ക് വരുന്നത് മൂലകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് ആവർത്തന പട്ടിക എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആവർത്തന പട്ടിക, അതിൽ ഇലക്ട്രോൺ, സബ്ഷെൽ വിന്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പീരിയോഡിക് ടേബിൾ പഠിക്കണം. ലോഹങ്ങളെക്കുറിച്ച് പഠിക്കണം. ആൽക്കലോയിഡുകളെ കുറിച്ച് പഠിക്കണം. ആൽക്കലോയിഡ്, ലോഹങ്ങൾ, മൂലകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് കല എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കാണപ്പെടുന്ന കുറച്ച് കലകളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടിയാട്ടം, പടയണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കൂടിയാട്ടം, പടയണി, അതുപോലെ കേരള നടനം, പിന്നെ വാദ്യോപകരണങ്ങൾ നോക്കുകയാണെങ്കിൽ ചെണ്ടയെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് കലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ പഠിക്കുക. അടുത്തത് കായിക രംഗം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് ചോദ്യം കിട്ടുന്ന ഭാഗം ഒളിമ്പിക്സ് ആണ്. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നതും വേദികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. വേദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ദേശീയ ഗെയിംസിനെ കുറിച്ചാണ് കേട്ടോ. ദേശീയ ഗെയിംസ്, വേദികൾ പഠിക്കണം. അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒളിമ്പിക്സും ദേശീയ ഗെയിംസുമാണ് ഇവിടെ പഠിക്കേണ്ടത്. അടുത്തത് സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തൂലികാനാമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശസ്തമായിട്ടുള്ള വരികൾ, കൃതികൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപരനാമങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഭാഗത്തു നിന്നും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അടുത്തത് സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്തച്ചമയം എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അതുപോലെ ഈ പൊറാട്ട് നാടകം ഉള്ളത് എവിടെയാണ്, ഏത് ജില്ലയിലാണ് പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ളത്, അത്തച്ചമയം നടക്കുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ.
പിന്നെ അടുത്തത് പിന്നെ വരുന്നത് നിങ്ങൾക്കറിയാം ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ ആനുകാലികം എന്ന് പറയുന്നതിൽ നമുക്ക് 10 മാർക്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ആനുകാലിക ഭാഗങ്ങളുണ്ട്. ഒന്ന് നൊബേൽ പ്രൈസ്, നൊബേൽ 2022 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. പിന്നെ ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ വെച്ച് നടന്നത്, അത് പഠിച്ചിരിക്കാം. ഇത് നമ്മൾ നൊബേൽ പ്രൈസ് നമ്മൾ കോഡ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിഫ നമ്മൾ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ പറയുക, നമ്മൾ ചെയ്തുതരാം. പിന്നെ വരുന്നത് ബജറ്റ് 2023-24 ബജറ്റാണ് വരുന്നത്. അത് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സാഹിത്യ പുരസ്കാരങ്ങൾ കേട്ടോ. ഇപ്പോൾ സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ, അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. അതെല്ലാം പഠിക്കുക. സാഹിത്യ പുരസ്കാരങ്ങൾ, വയലാർ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്താണ്, പിന്നെ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്. അതിൽ എന്താ ഈ യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്, ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറച്ച് അവാർഡ്സൊക്കെ പഠിക്കുക. പിന്നെ സ്പോർട്സിൻ്റെയൊക്കെ വേദികൾ പഠിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഒളിമ്പിക്സിൻ്റെ വേദി പഠിക്കാൻ പറഞ്ഞു. സ്പോർട്സിൻ്റെ വേദികൾ പഠിക്കുക പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആനുകാലിക വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ. പിന്നെ മാത്സിൻ്റെയും ഇത് ഞാൻ പറയുന്നില്ല, മാത്സും ഇംഗ്ലീഷും അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അതിൽ നിന്ന് നമുക്ക് പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടോപ്പിക്കായിട്ട് ഓരോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഓരോ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുള്ള മുഴുവൻ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. വളരെയധികം കടുകട്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഓരോ ഭാഗത്തു നിന്നും വരുന്നത്. പ്രത്യേകിച്ച് നീതി ആയോഗ്, അതുപോലെ RBI, ഓരോ ഭാഗത്തു നിന്നും കേട്ടോ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള എല്ലാം നമുക്ക് വളരെയധികം എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ഭരണഘടനാ നിർമ്മാണ സഭയാണെങ്കിലും എല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള 8 മാർക്കും സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഏറ്റവും നന്നായിട്ട് തന്നെ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ ടോപ്പിക്സും പഠിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അതിന് പ്രാധാന്യം കൊടുത്ത് കുറച്ചുകൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉന്നത വിജയം നേടാനായിട്ട് പറ്റും. കാരണം ഈ ഭാഗത്തു നിന്നും നമുക്ക് ഷുവറാണ് ചോദ്യങ്ങൾ ഉറപ്പിക്കാം. ഒരുപാട് PSC ഇപ്പം നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളിലെയും ചോദ്യ പേപ്പർ വിശകലനം ചെയ്ത് അതിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ PSC ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങൾ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങൾ സെയിം ആണ്. PSCയുടെ എല്ലാ ചോദ്യങ്ങളും എടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് ഇഷ്ടപ്പെട്ട കുറേയധികം ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് ഇപ്പോഴും ചോദ്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം തിരഞ്ഞു പിടിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ കാണിച്ചു തന്നിട്ട് ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ചേരുംപടിയായിട്ട്. അപ്പോൾ നമ്മളൊരു ഭാഗം പഠിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ പഠിക്കാനായിട്ട്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമോ, ചേരുംപടിയായിട്ട് വരുമോ, അത് അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടോപ്പിക്സുകളിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു തരുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ തന്നെ കണ്ടോ, റിവേഴ്സ് റിപ്പോ നിരക്കിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. ഇവിടെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഓരോ വർഷങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാങ്ക് നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം, ചേരുംപടി ചേർക്കാനായിട്ട് വരാം. അപ്പോൾ ഓരോ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഈ ഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അപ്പോൾ ഈ പറയുന്നതിൽ കുറേയധികം ടോപ്പിക്സ് നമ്മുടെ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ കുറേ ഇതൊക്കെ ചെയ്തതാണ്. ഇനി ചെയ്യാത്ത ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു തരണം എന്ന ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ മാക്സിമം എടുത്തു തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കിൻ്റെ ക്ലാസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തു തരുന്നതാണ്. അപ്പോൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് തരും. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് ക്ലാസ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പറയാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഇനി ചെയ്യുന്നില്ല. അത് നമ്മുടെ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ ഈ പറയുന്ന നീതി ആയോഗ്, RBI, അതുപോലെ കേന്ദ്ര ബജറ്റ്,
ഉപഭോക്തൃ സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, അതുപോലെ ദുരന്ത നിവാരണം, ഐക്യകേരള പ്രസ്ഥാനം, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മളവിടെ ചെയ്തതാണ്. സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്ത ടോപ്പിക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അല്ലാതെ ചെയ്യാത്ത ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ക്ലാസ് ആവശ്യമെന്നുള്ളത് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് മോഡലാക്കി വെച്ച് ഇതിൻ്റെ PDF വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഓരോ ഭാഗത്ത് നിന്നും. അപ്പോൾ ഇത് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചോദ്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് ആ രീതിക്കൊക്കെ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്